ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽമ തേടി ഒരാൾ സഞ്ചരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു ഇൽമ തേടിയിട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ഇരിക്കുന്ന ഒരു ഇരുത്തമാക്കി മാറ്റട്ടെ. നമ്മളെ ഈ ഇരുത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമുക്ക് ഇൽമ പകർന്നു തരാൻ നമ്മുടെ കൂടെ ഉള്ളത് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ മുനീർത്തയാണ്. മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചാണ് മുനീർത്ത നമ്മോട് സംസാരിക്കുന്നത്. ഈ നേടിയ ഇൽമ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് സ്വാലിഹായ അമലാക്കി മാറ്റാനും നമ്മൾക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുനീർത്ത. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലൽ ഹസന ഇദാ ശിഅത സഹല. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം എല്ലാവരും വളരെ തിരക്കിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയിലാണ്. നമ്മളെ കുടുംബം, മക്കൾ, ജോലി, മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് അതിനു പുറമെ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റവും നമ്മുടെ ജീവിതത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിയമസംഹിതയിൽ മനുഷ്യബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അവരോടുള്ള കടമകൾ. പരിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമ്മുടെ ഉമ്മയോടും ബാപ്പാനോടും എങ്ങനെ പെരുമാറണമെന്ന് വളരെ ശക്തമായും കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. അതില് കുറച്ച് കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സൂറ ഇസ്രാഹിൽ പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹ്ദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനു മാത്രമല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. നിങ്ങളുടെ അടുക്കൽ അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം പ്രാപിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരോട് ഛേ എന്നു പോലും പറയരുത്. അവരോട് പരുഷമായി സംസാരിക്കുകയും അരുത്. അവരിരുവരോടും ആദരവോടെ സംസാരിക്കുക. ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ കൽപ്പിക്കുന്നു, അഥവാ അവനല്ലാതെ മറ്റാർക്കും വഴിപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞതിനോടൊപ്പമാണ് അതിനോട് കണക്ട് ചെയ്താണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യം വരുമ്പോൾ അവരില് പല പ്രയാസങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ആദ്യത്തെ പോലെ വേഗതയിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സമയത്ത് നമ്മളെ ഒരു ഉത്തരവാദിത്താണ് അവരെ പരിചരിക്കേണ്ടത്, നമ്മളെ മക്കളുടെ ബാധ്യതയാണ്. ഈ ഒരു ബന്ധം ശക്തമായി ഇസ്ലാമിക സൊസൈറ്റിയിൽ ഉണ്ടാക്കണമെന്ന് കൂടി ഈ ആയത്തിലൂടെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തലമുറ ജീവിച്ച നമ്മുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് മനസ്സിൽ പോലും എന്ന് ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ചെറിയ കാര്യം മതി അവരുടെ മനസ്സ് വേദനിക്കാൻ. ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മള് ഒരു
വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ കൽബ് കൊണ്ട് അത്രയും ഹൃദയം കൊണ്ട് പുണ്യം ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങൾ സംസാരിക്കുക. അത് പാപം ചെയ്ത ഒരു അടിമ തന്റെ കഠിന സ്വഭാവിയായ യജമാനനോട് എത്ര ഭവ്യതയോടെയാണ് പറയുക, അതേപോലെ എത്ര താഴ്മയോടെ നിങ്ങൾ സംസാരിക്കുക എന്നാണ്. നമ്മൾ ആഗ്രഹിച്ചത് ചെയ്തു കൊടുക്കലല്ല ശരിക്ക് ഇഹ്സാൻ. അവരാഗ്രഹിച്ചത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞതാണ്. ചിലപ്പോ നമുക്ക് കുറെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, ഈ ഭൗതിക കാര്യങ്ങള്. പക്ഷെ അവര് ചിലപ്പോ അവരെ അടുത്തൊന്ന് ഇരിക്കുന്നതായിരിക്കും അവരാഗ്രഹിക്കുന്നത്, അവരുടെ സന്തോഷം അതായിരിക്കും. ഉഫ് എന്ന പദം ശരിക്ക് അറബി ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ അനാദരവ് കാണിക്കുക, ഒരു പരിഗണന കുറവ് കാണിക്കുക എന്നൊക്കെ ഇതിനാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് പ്രായമാകുമ്പോ അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ നല്ല പ്രയാസം ഉണ്ടായിരിക്കും, കുറെ സമയം വേണ്ടി വരും, അവർ പ്രതീക്ഷിച്ച ആ വേഗതയിൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മക്കള് അപ്പോ യൗവനം ആരോഗ്യമുള്ള സമയമായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയാതെ നമ്മളെ മനസ്സിൽ തോന്നുന്ന ആ ചെറിയൊരു ഇത്, അത് മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. എന്റെ പിതാവ് വാർദ്ധക്യത്തിലാണ്, അപ്പൊ ആ ഒരു വാർദ്ധക്യത്തിന്റെ പ്രയാസത്തിലാണ്. അപ്പൊ അവരെ പരിചരിക്കുമ്പോ എനിക്ക് മനസ്സിലാവാറുണ്ട്, അവർക്ക് ഭക്ഷണം കോരി കൊടുക്കണം. അപ്പൊ അവരെ കയ്യിനൊരു ബ്ലോക്ക് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കൊഴിഞ്ഞു വീഴും. അപ്പൊ ഒരു പ്രാവശ്യം ഞാന് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോഴേ നിന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് മതി, എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ അടുത്തിരുന്നിട്ട്, അപ്പൊ അവർക്ക് മനസ്സിലായി ഞാനൊരു ധൃതിയിൽ അത് കൊടുക്കുകയാണ് എന്നുള്ളത്. അടുത്തിരുന്നിട്ട് ആ ഭക്ഷണം ഫുള്ളായിട്ട് കൊടുത്തപ്പോഴേ അത് ഫുള്ള് കഴിച്ചപ്പോ ഈ ചെറിയ ഒരു കാര്യം കൂടി റബ്ബ് ഇതില് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അടുത്ത ആയത്തിൽ പറയുന്നത് വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറക് അവർക്ക് നീ താഴ്ത്തി കൊടുക്കുക. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ല്, നീ താഴ്ത്തി കൊടുക്കുക വിനയത്തിന്റെ ചിറക് അഥവാ കാരുണ്യത്തിന്റെ ചിറക്. ഒരു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ചിറക് താഴ്ത്തി സംരക്ഷിക്കുന്നത് പോലെ എളിമയോടെ ചിറക് താഴ്ത്തിക്കൊണ്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നാഥാ, കുട്ടിക്കാലത്ത് എவ்விதം സ്നേഹവാത്സല്യത്തോടെയാണോ പരിപാലിച്ചത്, അவ்விதം നീ അവർക്ക് കാരുണ്യം ചെയ്യണേ റബ്ബേ. അതിന്റെ ഒരു പ്രാധാന്യത്തെ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, ആ മാതാവിന്റെ ആ പ്രയാസങ്ങളെ. വസൈനൽ ഇൻസാന പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടി നിർത്തുന്നതാവട്ടെ 2 വർഷം കൊണ്ടുമാണ്. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ ഉമ്മമാര് എത്ര പ്രയാസപ്പെട്ടത്, എത്ര ആ ഗർഭാവസ്ഥയിൽ അനുഭവിച്ച ക്ലേശങ്ങൾ, ഇതൊന്നും നമുക്ക് അത്രാണ്ട് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ എത്രത്തോളം നമ്മൾ ചെയ്താലും അതിന്റെ ആ കടപ്പാട് തീരൂല. അപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ റബ്ബിനോട് കാരുണ്യം ചോദിക്കുകയാണ്. നമ്മൾ എത്ര നിർവഹിച്ചാലും അത് മതിയാവൂല. അതുകൊണ്ട് റബ്ബ് നിന്റെ കാരുണ്യം അവരിൽ ചൊരിയണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉമ്മാനോടാണ് നമ്മൾക്ക് പ്രാധാന്യം. ആ ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലയൂട്ടി വളർത്തി വലുതാക്കുന്നതിന്റെ ആ ത്യാഗം ആണ് ഇസ്ലാം ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇബ്നു മസൂദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കല്. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മാതാപിതാക്കളോടുള്ള കടമകള് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം പറഞ്ഞിട്ടുള്ളതെന്ന്. ശരിക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കൽ എന്ന് പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്താണ്.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറായിട്ട് വന്ന ഒരാള് അവർക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ വീട്ടിൽ പോയി നിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്ക് എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രവാചക അധ്യാപനത്തിൽ പറയുന്നത്, ആയുസ്സിൽ വർധനവും വിഭവങ്ങളിൽ വിശാലതയും ഉണ്ടാവാൻ ആരാണ് ആഗ്രഹിക്കുന്നുവോ അവൻ മാതാപിതാക്കളോട് നന്മയിൽ കഴിയട്ടെ, കുടുംബബന്ധം പുലർത്തുകയും ചെയ്യട്ടെ. മുകളില് ഉദ്ധരിച്ച ആയത്തുകളിലൊക്കെ ഇറങ്ങിയ ഒരു സന്ദർഭം എന്ന് വെച്ചാല് ആ പശ്ചാത്തലത്തില് മക്ക കാലഘട്ടത്തിന്റെ അവസാനത്തിൽ സത്യവിശ്വാസികളായ പലരുടെയും മാതാപിതാക്കള് സത്യമാർഗത്തിലേക്ക് കടന്ന് വന്നിട്ടില്ല. അവരിൽ പലരും സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. തങ്ങളുടെ മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി മാറിയതില് അവർക്ക് കടുത്ത എതിർപ്പും രോഷമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ ആ സന്ദർഭത്തില് ഈ അവര് തൗഹീദിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവരോട് ഈ ലോകത്ത് നല്ല നിലയിൽ നിങ്ങൾ സഹവസിക്കുക എന്ന് പറയുന്നുണ്ട് എന്നാണ് ഈ ഇത് ഉണർത്തുന്നത്. സൂറ ലുഖ്മാനില് പറയുന്നുണ്ട് 15-ാം ആയത്തിൽ, നിനക്ക് ഒരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്റെ പങ്കാളിയാക്കാൻ ഇരുവരും നിർബന്ധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ നീ അവരെ അനുസരിക്കരുത്. എന്ന് വെച്ചാല് സൃഷ്ടാവിന്റെ കൽപ്പനക്ക്, അള്ളാന്റെ കൽപ്പനക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഷിർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് നീ അനുസരിക്കരുത്. അതിനോടനുബന്ധിച്ച് ഒരു ഹദീസ് പറയുന്നുണ്ട്, മക്കയിലെ ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തില് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു. സഅദ് തന്റെ മാതാവിനോട് നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ മകന് ഈ ഇസ്ലാം സ്വീകരിച്ച് പൂർവികരുടെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്ന വാർത്ത അവർക്ക് തീരെ സഹിക്കാൻ പറ്റിയിട്ടേയില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, എന്റെ മകൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഭക്ഷണ പാനീയങ്ങൾ ഒന്നും കഴിക്കില്ലെന്ന് ശപഥം ചെയ്തു. അപ്പോ അവര് സഅദിനോട് പറഞ്ഞു, നിന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നല്ല അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്ക്, നീ ഈ മതം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് സഅദ് ഉമ്മ ക്ഷീണിതയായപ്പോൾ സഅദ് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളോടുള്ള എന്റെ സ്നേഹത്തെക്കാൾ വലുതാണ് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള സ്നേഹം. അള്ളാഹുവാണ് സത്യം. നിങ്ങൾക്ക് 1000 ജീവൻ ഉണ്ടാവുകയും അവ ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്താലും ഞാൻ ഈ മതം ഉപേക്ഷിക്കൂല. അപ്പം മകന്റെ വിശ്വാസത്തിലുള്ള ആഴം മനസ്സിലാക്കിയ ആ മാതാവ് നിരാഹാരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്കും ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോ കഠിനമായ രോഗബാധ സംഭവിക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മള് ഈ തൗഹീദില് അടിയുറച്ച് നിൽക്കല് നമ്മുടെ ബാധ്യതയാണ്. ഈ സന്ദർഭത്തില് നമുക്ക് മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ പ്രീതിയാണ് നമ്മൾ കാംക്ഷിക്കേണ്ടത്. നമ്മള് അവരോട് നന്മ ചെയ്യണത് അത് ഒരു നാട്ടുനടപ്പനുസരിച്ച് അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മരണശേഷം അവരെ സ്വത്ത് ആഗ്രഹിച്ചിട്ടോ ഒന്നും ആവരുത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനമുള്ള ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ ഉത്തമ സഹവാസത്തിന് ഏറ്റവും അർഹതയുള്ളത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവ്. അയാൾ ചോദിച്ചു, പിന്നെ ആരാണ്? അപ്പോൾ വീണ്ടും പറഞ്ഞു, നിന്റെ മാതാവ്. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ് ആ സ്ഥാനത്തേക്ക് എന്ന്? അപ്പോഴും പറഞ്ഞത് നിന്റെ മാതാവ് എന്നാണ്. വീണ്ടും 4-മത്തെ പ്രാവശ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പിതാവ്. ഇത് നമ്മുടെ ഉപ്പാനോടുള്ള കടപ്പാട് ചെറുതാക്കുന്നതല്ല, പക്ഷെ പിതാവിനേക്കാളും കൂടുതൽ ആ മാതാവിനോട് കടപ്പാടുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രസവം, ഗർഭം, മുലയൂട്ടല് ഇതിലൂടെയൊക്കെ കടന്നിട്ടാണ് ഒരു മകൻ അല്ലെങ്കിൽ മകള് വലുതാവുന്നത്. നമുക്കറിയാം, നമ്മുടെ ഉമ്മമാരുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ എത്ര ഒരു സ്വർഗാണ്, എത്ര സമാധാനം, സന്തോഷം. ആ ഒരു ഉമ്മ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഒരു ഫ്രീഡം ആ വീടിന് നമുക്കുള്ളത്. ഇപ്പം എന്റെ ഉമ്മ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴ് ഒരു
പ്രയാസ എന്തൊക്കെയോ മറന്നു വെച്ചതുപോലെ തോന്നാറുണ്ട് എനിക്ക്. ഉമ്മാനോട് ആ സലാം പറഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു ഫീല് ഇപ്പൊ കിട്ടുന്നില്ല. അങ്ങനത്തെ അവരെ ഉള്ളപ്പോ ഉള്ള ഒരു ഫീല് എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഉമ്മാന്റെ അടുത്ത് നിന്ന് പറഞ്ഞാല് ധാരാളം അറിവുകൾ നമുക്ക് പകർന്നു തരുമായിരുന്നു ഞങ്ങള് മക്കൾക്ക്. അവര് ധാരാളം വായിക്കും, തഫ്സീറുകളൊക്കെ ആവർത്തിച്ച് വായിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അവര് വായിച്ച് ഓരോ ഇത് വായിക്കുമ്പോഴും അവര് അറിവില്ലാത്ത കാലത്ത് ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ പുറത്തു തരണേന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കുമായിരുന്നു. അവര് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പൊറുക്കലിനെ തേടിക്കുമായിരുന്നു. ഈ മരിക്കണ കുറച്ച് മുമ്പായിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട്, കാക്കാന്റെ മകന്റെ ഒരു നിക്കാഹിന് ഒരാള് ഗിഫ്റ്റ് കൊടുത്ത ഒരു പുസ്തകമായിരുന്നു, ഒരു സൈക്കോളജി പുസ്തകമായിരുന്നു. അപ്പൊ അത് വായിച്ചിട്ട് ഉമ്മ അപ്പഴേ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതൊരു ഈ ഇന്നർ ചൈൽഡ് ചെറിയ പ്രായത്തിൽ നേടുന്ന ഒരു മുറിവ് എന്ന് വെച്ചാൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു മുറിവുകളെ പറ്റിയിട്ടാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞങ്ങള് അന്ന് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നു, അതുകൊണ്ട് അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഇതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ എന്റെ ഉമ്മാന്റേത് ഞാനും എന്റെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഉമ്മാനിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് നമ്മളിലേക്ക് പകർത്തി നമ്മളെ മക്കളിലേക്ക് പകർത്തുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടി അവർക്കും നമ്മൾക്കും നമ്മളെ മക്കൾക്കും ഒക്കെ ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഉമ്മ മരണപ്പെട്ട സമയത്തും ഒരു ഉപ്പാക്ക് തീരെ വയ്യാത്തൊരു എന്ന് വെച്ചാൽ നടക്കാൻ പറ്റൂല. അപ്പൊ പള്ളിയിലേക്ക് പോയിട്ടല്ല ഉപ്പ ജനാസ നമസ്കരിച്ചത്. അപ്പൊ വീട്ടിൽ നിന്ന് ഉപ്പ ജനാസ നമസ്കരിച്ചതിന് ശേഷം ഉപ്പ ഞങ്ങളിലേക്ക് ഒരു സന്ദേശം കൈമാറുക ചെയ്തത് ഉമ്മാനെ പറ്റിയിട്ടുള്ള. തിരിഞ്ഞിട്ട് ഞങ്ങള് മക്കളോട് പറഞ്ഞു, ഉമ്മ ഇതുവരെ എനിക്ക് ഭക്ഷണം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഉമ്മ എന്നെ വിളിച്ചിട്ടുള്ളൂ. ആ ഉമ്മാന്റെ ബഹുമാനം, ഒരു ബന്ധങ്ങൾക്കിടയിലുള്ള ബഹുമാനം എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എനിക്ക് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഉപ്പ പറഞ്ഞത്. അത് ഞങ്ങളെ മക്കൾക്ക് എന്നും ജീവിതത്തില് ബന്ധത്തില് പകർത്താനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു ചെറിയ കാര്യല്ലേ എന്ന്. പക്ഷെ ഈ ബന്ധങ്ങളിൽ പരസ്പരം ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് അതൊരു സ്വർഗത്തിലേക്കുള്ള ഒരു ഭർത്താവിന്റെ തൃപ്തി, അതൊരു സ്രോതസ്സാണ് സ്വർഗത്തിലേക്കുള്ള. അതുപോലെ ഇപ്പോ ഉപ്പ എന്ന് പറഞ്ഞത് ഉമ്മ ഇല്ലാത്തൊരു ജീവിതമാണ്, വളരെ ഒറ്റപ്പെട്ടാണ്. അവർക്ക് നാഥ നീ കരുണ ചെയ്യണേ നാഥ. ഉപ്പാന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ, ഉപ്പ എപ്പോഴും നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു പരാതി പറയില്ല. എന്താ വരാഞ്ഞ്, എന്റെ പ്രയാസം, ഞാൻ പ്രയാസപ്പെട്ടല്ലോ കാണാന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി അവരിൽ നിന്ന് കേൾക്കാറില്ല. എത്ര ദിവസമായി വന്നിട്ട് അങ്ങനൊന്നും പറയില്ല. പെട്ടെന്ന് കണക്റ്റഡ് ആവും. എന്റെ മക്കളെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടും എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും എന്നിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലെ സംസാരിച്ചതുപോലെ പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ടൊരു സ്നേഹാണ് പ്രകടിപ്പിക്കല്. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. നമ്മളെ മക്കളിലേക്ക് അങ്ങനെയൊന്ന് നമ്മളെ മക്കളോട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്താ വിളിച്ചിട്ട് എടുക്കാഞ്ഞെന്നുള്ള പരാതി പറയുന്നതിന് മുമ്പ് അവരിലേക്കൊന്ന് അവരെ സന്തോഷത്തിലേക്കൊന്ന് നമ്മള് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും. അപ്പോ ഇത് എന്റെ ഉപ്പാനിൽ നിന്ന് എനിക്ക് നല്ല സന്തോഷാണ് അങ്ങനെ ആ സംസാരം. കാരണം നമ്മള് ഉപ്പാന്റെ അടുത്ത് പരിചരിക്കാൻ പോവണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവുന്ന സമയത്തായിരിക്കും നമ്മള് അങ്ങോട്ട് എത്തല്. അപ്പോ ഇതുവരെ എന്തേ വരാഞ്ഞ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അധികം പ്രയാസമായിരിക്കും. അപ്പൊ ആ ഒരു പ്രയാസപ്പെടുത്താത്ത ഒരു രീതി അത് ഞാന് എന്റെ മക്കളിലേക്കും പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹു അത് തുടർന്ന് പോവാൻ തൗഫീക്ക് തരട്ടെ. അതുപോലെ മാതാപിതാക്കള് നമുക്ക് ഉത്തരവാദിത്തം, അവർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കണം. അവരെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
അതൊക്കെ ഓരോ മകന്റെയും മകളുടെയും ഉത്തരവാദിത്തമാണ്. കൂടാതെ അവരെ സുഹൃത്തുക്കളെ, കുടുംബ ബന്ധങ്ങളൊക്കെ ആദരിക്കണം. അവർക്ക് കുറെ അകന്ന ബന്ധങ്ങളൊക്കെ അവര് നല്ല ബന്ധം സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളത് എന്നും നിലനിർത്തി അവരെ ആദരിക്കണം. അവര് ബാക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം. സൂറ അഹ്കാഫില് 15-ാമത്തെ ആയത്തിൽ നമ്മളോടൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. തന്റെ മാതാപിതാക്കള് മാതാവ് ഗർഭം ചുമന്ന ആ ഒരു പ്രയാസം പറയുന്നുണ്ട്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സനതൻ ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർവാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. വവസ്സൈന നാം വസിയത്ത് ചെയ്തിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യന് ബിവാലിദൈഹി ഇഹ്സാന അവന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന്. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ എന്ന് വെച്ചാൽ പ്രയാസത്തോടെ. ഇത്ര മനോഹരായിട്ടാണ് ഇതുപോലെ ഒരു വേറെ എന്തിലെങ്കിലും നമുക്ക് കാണാൻ കഴിയില്ല ഒരു സ്ത്രീനെ, ഒരു മാതാവിനെ വർണ്ണിച്ചിട്ടുള്ളത്. അവളെ പ്രസവം, അവളുടെ ആ മാതൃത്വമൊക്കെ. അവന്റെ ഉമ്മ ഗർഭം ചുമന്നു പ്രയാസത്തോടെ അവൾ വവളത്ഹു കുർഹ പ്രയാസത്തോടെ അവനെ പ്രസവിക്കുകയും ചെയ്തു. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ അവനെ ഗർഭം ചുമക്കലും മുലകുടി നിർത്തലും 30 മാസമാണ്. ഹത്താ ഇദാ ബലഗ അശുദ്ധ അങ്ങനെ അവൻ പൂർണ്ണ ശക്തി പ്രാപിച്ചപ്പോൾ ബലഗ 40 സന 40 വയസ്സ് എത്തുകയും ചെയ്തപ്പോൾ ഖാല റബ്ബി ഔസിഅനി അവനിങ്ങനെ പറയും, എനിക്ക് നീ പ്രചോദനം നൽകണേ, എന്നെ നീ തോന്നിപ്പിക്കണേ. അൻ അഷ്കുറ നിഅമതക നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനായിട്ട്. അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ അനുഗ്രഹിച്ച ആ അനുഗ്രഹം തന്നതിന് എനിക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ. വഅൻ അഅമല സ്വാലിഹൻ തർവാഹു നീ തൃപ്തിപ്പെടുന്ന വിധത്തില് നല്ലത് പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണേ. വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി എന്റെ മക്കളിൽ എനിക്ക് നന്മ വരുത്തുകയും ചെയ്യണമേ. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ നിശ്ചയമായും ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഞാന് നിശ്ചയമായും അനുസരണമുള്ളവരിൽ എന്നുവെച്ചാൽ കീഴ്പ്പെട്ടവരിൽ പെട്ടവൻ. ജീവിതത്തിലെ ഏറ്റവും പക്വത ഉള്ള ഒരു പ്രായമാണ് 40 വയസ്സ് എന്ന് പറയുന്നത്. ആ പ്രായത്തിലാണ് പല പ്രവാചകന്മാർക്കും പ്രവാചകത്വം ഒക്കെ ലഭിക്കുന്നത്. ഈ പ്രായത്തിൽ ഒരു വിശ്വാസി തന്റെ ജീവിതത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. 40 വയസ്സായിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 40 വയസ്സിന്റെ ഒരു പക്വത എത്തുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിന്റെ ഉദ്ദേശം. എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു ഭാഗത്ത് നമുക്ക് മാതാപിതാക്കളുണ്ട്, മറ്റേ ഭാഗത്ത് നമ്മളെ മക്കളുണ്ട്. അപ്പൊ ആ ഒരു ശരിക്കത് അനുഭവിക്കുന്നുണ്ട്. നമ്മളൊരു മാതാവായിട്ട് അല്ലെങ്കിൽ ഒരു പിതാവായിട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ മക്കളായിട്ടും അത് അനുഭവിച്ച ഒരു സമയം. അപ്പൊ അത് ഒരു പക്വതയാണ്. ആ ഒരു മനസ്സോടെയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന ഒന്നും കൂടി, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർവാഹ് വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എന്റെ സന്തതികളിൽ എനിക്ക് നീ നന്മയുണ്ടാക്കി തരുകയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. നമ്മൾ ഈ പ്രാർത്ഥന എന്നും ചൊല്ലേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ട് ഇത്തരം ഈ മാതാപിതാക്കൾക്ക് സൽക്കർമ്മം ചെയ്യുന്ന മക്കളില് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബ് ഇതേപോലെ ഇഹ്സാൻ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ കൂടിയിരുത്തം
ഒരു സ്വാലിഹായ അമലായി തീർക്കണേ. ഞങ്ങളുടെ ഈ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ ആരോഗ്യവും ആയുസ്സും നൽകി അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന അഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽനാ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.